അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് രാവിലെ നമ്മൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അടുക്കളയിലിട്ടാ. യുദ്ധക്കളം എന്ന് പറഞ്ഞത് അടുക്കളേനെയാണ്. പെണ്ണുങ്ങളുടെ യുദ്ധക്കളം അടുക്കളയാണല്ലോ. രാവിലെ ആയി കഴിഞ്ഞാൽ ഭയങ്കര യുദ്ധമാണ് അടുക്കളയിൽ. ചായ വെക്കൽ, ചോറ് വെക്കൽ, പിന്നെ കൂട്ടാൻ വെക്കൽ, ചായയുടെ കടി ഉണ്ടാക്കൽ, അത് കുട്ടികൾ വരുമ്പോഴേക്കും എല്ലാം ഒരുക്കൽ, അവരെ പറഞ്ഞയക്കൽ. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു പുകയാണ് അടുക്കളയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അടുക്കളയിൽ ഭയങ്കര യുദ്ധാട്ടോ. വേഗം ചെയ്യണം. നമുക്ക് ആയം പോലെ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് 8:30 8:45 പോയാൽ മതി. പക്ഷെ എന്നാലും നമുക്ക് മദ്രസയിലേക്ക് വിളിക്കാൻ പോകേണ്ട കാര്യമാണ്. രാവിലെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ സമയം പോവും. പിന്നെ വിളിക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ സമയങ്ങൾ പോവല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഇത് ഭയങ്കര ഒരു പാടാട്ടോ അതൊക്കെ. നമുക്ക് എന്നും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ പോകും. ചില ദിവസമൊക്കെ ദേഷ്യം വരാറുണ്ട് കേട്ടോ. എന്ന് കൊണ്ടാക്കാൻ പോകണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം നാളെ എന്തായാലും മദ്രസ ഇല്ല. നാളെ നമ്മൾ മീറാജിൻ്റെ നോമ്പല്ലേ. അത് കാരണം നാളെ മദ്രസ ഇല്ല കേട്ടോ. അവിടെയൊക്കെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലല്ലോ, കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞാനിതാ നമ്മളിന്ന് ചക്കി ആട്ട കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ചക്കി ഫ്രഷ് ആട്ട ഉണ്ടല്ലോ, ആ ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പുണ്ട്. അത് ഉണക്കിയിട്ടില്ല, കഴുകി ഉണക്കിയിട്ടില്ല. അത് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതുകൊണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കൊരു പാക്കറ്റ് ആട്ടപ്പൊടി മേടിച്ച് കഴിഞ്ഞാൽ 3 വട്ടമൊക്കെ ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ, സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാറ്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ചു. അത് നമുക്ക് ആറ്റി ഒരു ഭാഗത്ത് വെക്കാം. പിന്നെ ഇന്നലെ പുളി ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളിന്നലെ പുളി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിട്ട് വയ്ക്കാൻ പാടില്ല, ഇന്ന് തന്നെ ആയിരുന്നു പുളി മാറ്റണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. സംഭവം സത്യമായിരിക്കും, പുളിയിൽ ഇട്ടേക്കാൻ പാടുണ്ടാവില്ല. പക്ഷെ ഇന്ന് തന്നെ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഭരണിയുമില്ല, മറ്റേ മൺകുടുക്കിയില്ല കേട്ടോ. മൺകുടുക്ക ഉണ്ടെങ്കിൽ നമുക്ക് അതിലാക്കി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് രണ്ടും ഇല്ല. പിന്നെ ഞാൻ 2-3 വർഷമായിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് പുളി ഇട്ട് വയ്ക്കാറ്. ഇപ്പോൾ ഈ ഇടയിൽ തന്നെയാണ് ഞാനും അറിഞ്ഞത് അതിൽ ഇട്ടേക്കാൻ പാടില്ല എന്നുള്ളത്. എവിടെയോ ഇങ്ങനെ കേട്ടു, ഏതൊരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. കുടുക്ക ചെറിയ ചെറിയ കുടുക്ക, നമ്മൾ കറി വെക്കുന്നതും മീൻ കറി വെക്കുന്നതൊക്കെ ചട്ടിയും കുടുക്കൊക്കെ ഉള്ളതും. അതൊന്നും ഇപ്പോൾ നമ്മൾ അതിലൊന്നും പുളി ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വലിയൊരു മൺകുടുക്കൊക്കെ മേടിച്ചിട്ട് ഞാൻ അതിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൽ ഇടാൻ തന്നെയാണ് ഇപ്പോൾ അതുള്ള അസുഖങ്ങൾ വരും എന്നാണ് പറയണത്. സംഭവം ശരിയായിരിക്കും, നമ്മൾ മാറ്റണം അത്. അപ്പോൾ അത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഉരുളൻകിഴങ്ങ് കറി വയ്ക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളൊക്കെ ഞാൻ അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ കഴുകിയിട്ടിട്ട് കഴുകണ വീഡിയോ ഒന്നും ഇല്ല, നമ്മളിവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞതാണ്. ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനത് കളഞ്ഞതാട്ടോ. ഉരുളൻകിഴങ്ങും സബോളൊക്കെ കഴുകി അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, പാകത്തിന് വെള്ളം ഒഴിക്കുക, അടുപ്പത്ത് വെച്ചിട്ട് 2-3-4 വിസിലടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നാളികേരം ചിരകിയിട്ട് ഒന്ന് അരച്ചൊഴിക്കുക കേട്ടോ. ഞാൻ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അരച്ചൊഴിക്കുക. എന്നിട്ട് നമ്മൾ കടുകും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കറി അടുപ്പത്ത് വെച്ചു, ചായ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയാലോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള പലകയും കുഴലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തിയുടെ മാവും റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒപ്പം ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സമയമില്ല, ഇപ്പം തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 7 മണിക്കാണ് ഇത് തുടങ്ങണത്. നമ്മൾ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്ന് വരുമ്പോഴേക്കും 7 മണിയാവും. 7 മണിക്ക് പിന്നെ പോയി പാല് മേടിച്ച് വന്ന് നമ്മളിത് തുടങ്ങുമ്പോഴേക്കും എന്തായാലും ഒരു 7 മണി സമയം. 6:50 ഞാൻ വീട്ടിലെത്തും. പിന്നെ 7 മണിയാകുമ്പോഴേക്കും തുടങ്ങും. പിന്നെ 7:45 ഇത് അവസാനിക്കും വേണം. എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് അവരെ വിളിക്കാൻ പോകാൻ. അപ്പോൾ വേഗം വേഗം ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. പുട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ സുഖമാണ്, നമുക്ക് ആയത്തിലുണ്ടാക്കിയാൽ മതി. അതൊക്കെ ഇഡ്ഡലി ചെമ്പിൽ വാരിയിട്ടല്ല ഞാൻ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ കഴിയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്തിരി നേരത്തെ എണീച്ചൂടെയെന്ന് ചിലപ്പോൾ കമൻറ്റ് വരും. നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 5:15 ആകുമ്പോൾ എണീക്കും. 5:15 ആകുമ്പോൾ എണീച്ചിട്ട് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോഴേക്കും കുട്ടികളെ ഉണർത്തും. കുട്ടികളെ ഉണർത്തി പിന്നെ അവരുടേതായ കാര്യങ്ങളില്ല. അവർക്ക് കുഞ്ഞു കുളിക്കാൻ കയറും. പിന്നെ പിള്ളേരെ എണീപ്പിച്ച് അവരെ ഡ്രസ്സ് മാറ്റിക്കലും കൊണ്ടാക്കാൻ പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും സമയം. പിന്നെ അതിൻ്റെ 5:15 മേലൊന്നും ഞാൻ എണീക്കാറില്ല കേട്ടോ. 5:15 തന്നെ എണീക്കാറുള്ളൂ. 5:30 5:15 അതിൻ്റെ ഉള്ളിൽ എണീക്കാറുള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി സ്പീഡിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഒപ്പം ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കഴിയില്ല ഒക്കെ പരത്തി വെച്ചിട്ട് ചുടുമ്പോൾ നേരം കുറയും. ഒപ്പം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പം നമുക്ക് വേഗം പൊള്ളക്കിനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ആട്ടപ്പൊടിയാണ്, ചക്കിയാട്ട, അടിപൊളി ആട്ടപ്പൊടി കേട്ടോ. അപ്പോൾ നന്നായി പൊള്ളച്ച് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്, എന്താണ് വിശേഷം, എന്താണ് ഭർത്താവിനെ കുറിച്ചിട്ടൊന്നും പറയാത്ത, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അത് ഡെയിലി വിളിക്കും, സംസാരിക്കും. അല്ലാണ്ട് വീഡിയോനെ കുറിച്ചിട്ടോ വേറെ ഒന്നും പറയാറില്ല. ഞാൻ ഒരുപാട് വട്ടത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അതുകൊണ്ടോ പറയാത്ത ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നു, എല്ലാവർക്കും അറിയാലോ. പ്രവാസികളായ ആൾക്കാരെ വിളിക്കുക, വീട്ടിലത്തെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും പറയാൻ. അതൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഫോൺ കട്ടാക്കും. അതാണല്ലോ എല്ലായിടത്തും പതിവ്. പിന്നെ നമുക്ക് അതിന് വേറെ ഒന്നും പറയാറില്ല, വീഡിയോനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല കേട്ടോ. ഞാനും പറയാറുണ്ട്, നിങ്ങളിങ്ങനെ ആൾ കാണാറുണ്ട്, ഡെയിലി വീഡിയോ കാണാറുണ്ട്. അത് കാരണം എല്ലാം അറിയുണ്ടാവും, കമൻറ്റ് ബോക്സൊക്കെ ഫുള്ള് നോക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കറി ആയിട്ടാ, കറിയൊക്കെ തിളച്ച് തേങ്ങ അരച്ചൊഴിച്ചു, കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ്റും പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്ക് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ. ഇക്കാടെ ഭാര്യയും കുട്ടികളും കൂടിയിട്ട് അവർ കല്യാണത്തിനായിട്ട് പെരിന്തൽമണ്ണയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ല. അപ്പോൾ ഉമ്മാക്കുള്ള ചായ ഇക്കാകുണ്ട്, പിന്നെ ചായ പിന്നെ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരെ വിളിക്കാൻ പോകുമ്പോൾ ഉമ്മാക്കുള്ള ചായയുടെ കടി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ വരാം നല്ലൊരു വീഡിയോ ആയിട്ട്.